ഹലോ. അപ്പോൾ ദേ നമുക്ക് വൈകുന്നേരത്തെ ചായയൊക്കെ മുട്ടക്കൊഴുപ്പ് ഉണ്ടാക്കിയെങ്കിലാ. വാ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്, മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മൈദയും കേട്ടോ. അപ്പോൾ മൈദ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് ഇനി അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ആദ്യം വെള്ളം ഒഴിക്കണില്ല, മുട്ട മാത്രം പൊട്ടിച്ച് വിട്ടിട്ട് ഞാൻ അതൊന്ന് ശരിക്കും നനച്ചെടുക്കണേണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക. അതിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റിയ പരുവല്ലേ, ആ പരുവത്തിലേക്ക് ഇതിങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കോയിലും കൊണ്ട് കോരി വയ്ക്കുമ്പോൾ നല്ല കോരി ഒഴിക്കാൻ പറ്റിയ പരുവായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തേങ്ങയിൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ആദ്യം ഞാൻ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്ത്, പക്ഷേ അത് ശരിക്കും കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് ശരിക്കും ആ പഞ്ചസാരയുടെ ഇതൊക്കെ അങ്ങോട്ട് ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച്, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അതിനകത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കനം കുറച്ചും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ പോരുമായിരുന്നു കേട്ടോ, നമുക്ക് അങ്ങനെ വെളിച്ചെണ്ണയുടെ ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതേ കോരി ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും പഞ്ചസാരയും കൂടി തിരുമ്മിയത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മടക്കി വയ്ക്കും. ഇത്ര ഉള്ളൂ കേട്ടോ ശരിക്കും പരിപാടി. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കണേണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കാറുണ്ടായിരിക്കും. നല്ല രസമല്ലേ ഇത് തിന്നാനായിട്ട്, ആ പഞ്ചസാരയുടെ മധുരവും ആ തേങ്ങയും പഞ്ചസാരയും കൂടി ഉള്ളത്. പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കും കേട്ടോ, ചില ആൾക്കാർ ഇതിനകത്ത് ഏലക്കായ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഏലക്കായ ഇടാഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഏലക്ക തീർന്നു പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. മുട്ടക്കുഴപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാ ചായ കുടിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.